സാർ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയ കുറച്ച് കണക്കുകളുണ്ട് വിവാദമായത്. അത് മുഴുവൻ വിദേശത്തിരുന്ന് കൃത്രിമമായി സൃഷ്ടിച്ചതാണെന്നുള്ളതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നല്ലോ. ഉണ്ട്. അത് മ്യാൻമറിൽ ഉണ്ടാക്കിയതാണ് എന്ന് ഈ IT രംഗമൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു വിദഗ്ധൻ സ്വന്തം പേരിലല്ല ഇത് എഴുതിയിരിക്കുന്നത്, ട്വിറ്ററിൽ ഗർപഞ്ച് എന്നുള്ള പേരിലാണ്. അപ്പോൾ കോൺഗ്രസ് മറുപടി വരുമ്പോൾ തിരിച്ച് മറുപടി പറയാനുള്ള അത്രയും സാങ്കേതിക ജ്ഞാനമുള്ള ഒരാളാണ് ഇത് കണ്ടുപിടിച്ച്. നമ്മൾ ഈ ഫയൽസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ഉണ്ടാക്കിയ സമയം, എവിടെ, എങ്ങനെ, ലൊക്കേഷൻ, ഇതൊക്കെ ഉണ്ടാവുമല്ലോ. ഇത് മുഴുവൻ പരിശോധിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ ഡോക്യുമെന്റുകൾ മുഴുവൻ വെബ്സൈറ്റിൽ അവർ തന്നെ കോൺഗ്രസ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മുഴുവൻ പരിശോധിച്ചിട്ടാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ എക്സിൽ ഗർപഞ്ച് എന്ന ഹാൻഡിലിൽ നിന്നാണ് ഈ വിവരം ഇപ്പോൾ നമ്മളത് അറിയുന്നത്. അപ്പോൾ 7 ട്വീറ്റ് ത്രെഡുകളിലായിട്ടാണ് ഈ വിശദമായിട്ട് ഇത് പറഞ്ഞിരിക്കുന്നത്, മ്യാൻമറിൽ ഉണ്ടാക്കിയതിൻ്റെ കഥ. അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ വെബ്സൈറ്റിൽ വോട്ട് ചോരി പ്രൂഫ് എന്ന് പറഞ്ഞിട്ടൊരു ഹൈപ്പർ ലിങ്ക് ഉണ്ട്, തെളിവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ലിങ്കിൽ ഞെക്കുമ്പോൾ രാഹുൽ ഗാന്ധീസ് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി പ്രസൻറ്റ് ചെയ്തത് ലിങ്ക് ഇട്ട് കാണിച്ചിട്ടുണ്ട്. അത് 3 PDF ഫയലുകളാണ്. ഒരു ഗൂഗിൾ ഡ്രൈവ് ഫോൾഡറിലെ 3 PDF ഫയലുകൾ. ആ 3 PDF ഫയലുകൾ 3 ഭാഷ, ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ, മഹാദേവപുരയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ 3 ഭാഷകളിലാണ് ഈ PDF ഫയലുകൾ കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെറ്റ ഡാറ്റ ഇയാൾ അനലൈസ് ചെയ്തു. ഈ ഗുർപഞ്ച് എന്ന് പറഞ്ഞ ഹാൻഡിലിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ആൾ ഇതിൻ്റെ മെറ്റ ഡാറ്റ അനലൈസ് ചെയ്തു. അപ്പോൾ മെറ്റ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളടക്കം അല്ലല്ലോ. ഉള്ളടക്കം ഏതാണെന്നുള്ളതിൻ്റെ അപഗ്രഥനല്ല. ഉള്ളടക്കമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മഹാദേവപുര എന്ന് പറഞ്ഞത് തട്ടിപ്പ് കണക്കുകളുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ മെറ്റ ഡാറ്റ എന്ന് പറയുന്നത് ഫയലിനെ സംബന്ധിച്ചിട്ടുള്ള ഇൻഫർമേഷൻ. ഫയൽ എപ്പോൾ ഉണ്ടാക്കി, എങ്ങനെ ഉണ്ടാക്കി, എവിടെ ഉണ്ടാക്കി, ഈ ഇൻഫർമേഷനാണ് മെറ്റ ഡാറ്റ. അപ്പോൾ അതിൻ്റെ ഓർഡർ, ഡേറ്റ്, സമയം, സൈസ്, ഇതൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ നമ്മുടെ ഫയലുകളിലും. അപ്പോൾ അത് ആണ് നോക്കിയത്. അപ്പോൾ 3 വേർഷനും, ഈ 3 ഭാഷയും, ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ, 3 മ്യാൻമാർ സ്റ്റാൻഡേർഡ് ടൈം MMT അതിലുള്ളതാണ്. അതിൽ സമയം കാണിക്കുന്നത് മ്യാൻമാർ സ്റ്റാൻഡേർഡ് ടൈം ആണ് കാണിക്കുന്നത്. അപ്പോൾ കോർഡിനേറ്റഡ് യൂണിവേഴ്സൽ ടൈം, അതായത് കോർഡിനേറ്റഡ് യൂണിവേഴ്സൽ ടൈമിൽ നിന്ന് 6 മണിക്കൂർ 30 മിനിറ്റ് മുന്നോട്ടാണ് മ്യാൻമാർ സ്റ്റാൻഡേർഡ് ടൈം. 6.5 മണിക്കൂർ, 6 മണിക്കൂർ 30 മിനിറ്റ് എഹെഡ് ഓഫ് യൂണിവേഴ്സൽ ടൈം. ഇന്ത്യൻ സമയം എന്ന് പറയുന്നത് 5 മണിക്കൂർ 30 മിനിറ്റ് യൂണിവേഴ്സൽ ടൈമിൽ നിന്നും മുന്നോട്ട്. അപ്പോൾ 1 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട് ഇന്ത്യൻ ടൈമായിട്ട് മ്യാൻമറിലെ ടൈമിന്. ആ മ്യാൻമറിലെ ടൈമിലാണ് ഈ ഫയൽ ക്രിയേറ്റ് ചെയ്തതായിട്ട് അതിൻ്റെ അകത്ത് കാണുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയാൽ +5.30 ഇതാണ് കാണുക എഹെഡ് ആയതുകൊണ്ട്. മ്യാൻമറിലാണെങ്കിൽ +6.30 എന്ന് കാണും. അങ്ങനെയാണ് ഇതിൽ ഫയലിൽ കാണുന്നത് മ്യാൻമറിൻ്റെ സമയം. അപ്പോൾ ഇത് ഈ ട്വിറ്റർ ഹാൻഡിലിൽ ഇദ്ദേഹം എഴുതി കഴിഞ്ഞപ്പോൾ, ഗുർപഞ്ച് എഴുതി കഴിഞ്ഞപ്പോൾ, ഇന്നലെ വക്താവ്, കോൺഗ്രസിൻ്റെ വക്താവ് സുപ്രിയ ശ്രീനാഥെ പറഞ്ഞു, ടൈം സോണിലെ സമയമേഖലകളിലെ വ്യത്യാസം ഒരു സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ലല്ലോ. സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ ഇഷ്യൂ, ഒരു എബോർഡ് ബഗ്, എഡോബ് ഉണ്ടല്ലോ, ഇതൊക്കെ സംവിധാനം, അതിലൊരു ബഗ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇത് ഈ രാഷ്ട്രീയക്കാരും നേതാക്കളും ഒക്കെ ഇതിപ്പോൾ AI കൊണ്ടുണ്ടാക്കാൻ എന്താ പ്രയാസം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പെൺകുട്ടി ഗർഭഛിദ്രത്തിന്റെ കാര്യം സംസാരിച്ചപ്പോഴും ഒരു നേതാവ് പറഞ്ഞില്ലേ, AI കൊണ്ടുണ്ടാക്കാൻ എന്ത് പ്രയാസം എന്ന് ചോദിച്ചപ്പോൾ പോയി ഈ ബഗിന്റെ കാര്യം. കാരണം ഈ ബഗ് 14 കൊല്ലം മുമ്പ് നശിപ്പിച്ചു കളഞ്ഞ ബഗ്ഗാ എഡോബിലെ. അപ്പോൾ ഗുർപഞ്ച് ഉടനെ പറഞ്ഞു, എഡോബ്
ഒരു ബഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ആ ബഗ്ഗിനെ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. അപ്പോൾ ഇത് ഏത് ബഗ്ഗാണ് എപ്പോഴാണ് മാറ്റിയത് എന്നുകൂടി കോൺഗ്രസ്സുകാർ പറഞ്ഞാൽ കൊള്ളാം. എഡോബ് ഇല്ലസ്ട്രേറ്റർ കൊണ്ടാണ് ഈ രാഹുൽ ഗാന്ധിയുടെ ഫയൽ ഉണ്ടാക്കിയിരിക്കുന്നത്. എഡോബ് ഇല്ലസ്ട്രേറ്റർ. അപ്പോൾ എഡോബ് ഇല്ലസ്ട്രേറ്ററിൽ ബഗ് ഇപ്പം ഇല്ല. എഡോബ് ഇല്ലസ്ട്രേറ്ററിൽ ബഗ്ഗില്ല. 14 കൊല്ലം മുമ്പേ ബഗ്ഗിനെ കൈകാര്യം ചെയ്ത് വിട്ടു. പിന്നെ ലൈറ്റ് റൂം ബ്രിഡ്ജ് എന്ന് പറഞ്ഞ എഡോബിൻ്റെ സംവിധാനങ്ങളുണ്ട് ഈ എഡോബ് ഇല്ലസ്ട്രേറ്റർ അല്ലാതെ. അതുമായിട്ട് ഇത് താരതമ്യം ചെയ്യേണ്ടതുമില്ല, കാരണം ഇത് എഡോബ് ഇല്ലസ്ട്രേറ്ററിലാണല്ലോ. അപ്പോൾ വേറെ എഡോബ് സംവിധാനങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കേണ്ടതില്ല. അപ്പോൾ എഡോബ് ഇല്ലസ്ട്രേറ്ററിൽ ബഗ്ഗില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ വാദം പൊളിഞ്ഞുപോയി. ഇത് മ്യാൻമറിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധിക്കാണെങ്കിൽ ചൈനീസ് പാർട്ടിയുമായിട്ടൊരു ധാരണാപത്രം അല്ലേ ഒപ്പുവെച്ച ആളാണ്, പ്രതിപക്ഷ നേതാവായിട്ടും. ഗാൽവാൻ സംഭവങ്ങൾ കഴിഞ്ഞപ്പോൾ ചൈനീസ് സ്ഥാനപതിയെ പോയി കണ്ട ആളാണ്. ചൈനീസ് സ്ഥാനപതിയെ പോയി കണ്ടത് രഹസ്യമാക്കി വെച്ചെങ്കിലും ചൈനീസ് എംബസി ഇന്ന് പ്രതിപക്ഷ നേതാവ് വന്ന് ചർച്ച നടത്തി എന്ന് പറഞ്ഞാൽ അവരാണ് പത്രക്കുറിപ്പ്. നമ്മളെന്തിനാണ് ചൈനയെ പറ്റി പറയുന്നത്? കാരണം മ്യാൻമറിൽ സ്വാധീനമുള്ള ഒരു പ്രധാനപ്പെട്ട രാജ്യം ചൈനയാണ്. അവർക്കവിടെ തുറമുഖമുണ്ട്. റഷ്യയും അവിടെ തുറമുഖത്തിൻ്റെ കാര്യത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയും അല്ലേ, ഇന്ത്യയും നമ്മുടെ നോർത്ത് ഈസ്റ്റുമായിട്ട് ബന്ധിപ്പിക്കാവുന്ന ഒരു പാത പണിതുകൊണ്ടിരിക്കുന്നുണ്ട് മ്യാൻമർ. അതിൻ്റെ ഇടയ്ക്കാണ് അവിടെ ഈ കലാപങ്ങൾ, അരക്കൻ കലാപങ്ങൾ നമ്മൾ ധാരാളം ചർച്ച ചെയ്താണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പിന്നെ ധാരാളം വിദേശയാത്രകൾ നടത്തുന്നുണ്ട് രാഹുൽ ഗാന്ധി, സംശയാസ്പദമാണ്. കഴിഞ്ഞ ദിവസം മറ്റേ മലേഷ്യയിലേക്ക് പോയി. കേന്ദ്ര ഏജൻസി പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഇങ്ങനെ പോകുമ്പോ നിയമം ലംഘിച്ചിട്ടാണ്, ആരെ അറിയിക്കുന്നില്ല 113 തവണ നിയമം ലംഘിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഇത് അറിയിക്കുന്നില്ല. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വിവരങ്ങള് സംഗതികളും ഒക്കെ കഴിഞ്ഞ ദിവസം ഈ കേന്ദ്ര ഏജൻസികൾ പറയുന്നു. CRPF പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഖാർഗെയ്ക്ക് ഒരു കത്തയച്ചവര്, പ്രോട്ടോകോൾ ലംഘനമാണിത്, VIP സെക്യൂരിറ്റി വിങ് ഈ Z+ സുരക്ഷ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ 10-12 കമാൻഡോകളൊക്കെ എപ്പോഴും കൂടെ കാണും. അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി ലൈസൺ ASL അതനുസരിച്ചിട്ട് നേരത്തെ ഈ കമാൻഡോകൾ പോയി സ്ഥലമൊക്കെ കാണും, രാഹുൽ ഗാന്ധി പോകുന്ന സ്ഥലങ്ങൾ. അപ്പോൾ രാഹുൽ ഗാന്ധി ഇവരെയൊന്നും അറിയിക്കാതെ അൺഷെഡ്യൂൾഡ് വിസിറ്റുകൾ അവിടെ എവിടെയൊക്കെ പോകുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ പുറത്ത് പോകുന്നതിനും ഇന്ത്യക്ക് പുറത്ത് പോകുന്നതിന് മുമ്പൊക്കെ മുങ്ങിക്കളയും എങ്ങോട്ടൊക്കെങ്കിലും ഒക്കെ. അപ്പോൾ ഇത് വലിയ റിസ്ക് ആണ് എന്ന് അവർ അയച്ചിട്ടുണ്ട്. 113 തവണ ലംഘിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2020 മുതൽ ഇതുവരെ 5 കൊല്ലം 113 ലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട്, പ്രോട്ടോകോൾ ലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് യെല്ലോ ബുക്ക് അനുസരിച്ചിട്ട് വേണം കാര്യങ്ങൾ നീങ്ങാൻ. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ VIP സുരക്ഷയെ പറ്റി യെല്ലോ ബുക്കിൽ, അതനുസരിച്ചിട്ട് വേണം എന്ന് ഖാർഗെയ്ക്ക് കത്തെഴുതിയിട്ടുണ്ട് അവർ. അപ്പോൾ ഇതിൻ്റെ ടൈമിങ്ങിനെ കോൺഗ്രസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ വോട്ട് ചോരി എന്നും പറഞ്ഞാൽ നടക്കുന്നതാണല്ലോ, അതുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല എന്ന് കേന്ദ്ര ഏജൻസി പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതെപ്പോഴും അറിയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാരണം അവരുടെ ജോലി ചെയ്യല്ലേ, അവർക്ക് രാഷ്ട്രീയമില്ലല്ലോ. അപ്പൊ ഇതില് കസാഖിസ്ഥാനിൽ പോയിട്ടുണ്ട് രാഹുൽ ഗാന്ധി. പിന്നെ റഷ്യ, ഇന്തോനേഷ്യ ഒക്കെ ബന്ധങ്ങളുണ്ട്. തുർക്കിയിൽ ഓഫീസും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് മ്യാൻമറിൽ ആരുണ്ടാക്കി? കോൺഗ്രസിന് വേണ്ടി ആരുണ്ടാക്കി കൊടുത്തു? അപ്പൊ ഇന്ത്യയിൽ എന്തോ അട്ടിമറി ശ്രമങ്ങൾ നടത്തുന്ന ഏതോ വിദേശ ശക്തി രാഹുൽ ഗാന്ധിക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. ശരിക്കും എന്നിട്ട് ഇത് വെച്ചിട്ടാണ് വ്യാജമായിട്ട് ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പുറത്തു വരുമെന്നൊരു ഭയം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ അല്ല, രാഹുൽ ഗാന്ധി ഒരിക്കലും ഇത് ഈ ഒരു കൗതുകം കൊണ്ടാണല്ലോ ഒരു സാങ്കേതിക വിദഗ്ധൻ ഇത് നോക്കുന്നത്. ഇത് എവിടെ ആരുണ്ടാക്കി എന്നുള്ളത്. ഒന്നാമത് ഇത് മറ്റേ സെന്റർ ഫോർ ഡെവലപ്പിംഗ് സൊസൈറ്റീസ് ഉണ്ടല്ലോ ഡൽഹിയിൽ, അതിന്റെ ഫൗണ്ടർ സഞ്ജയ് കുമാർ ഉണ്ടാക്കിയ പൊട്ടക്കണക്കുകളാണ്. പൊട്ടക്കണക്കുകൾ ഉണ്ടാക്കിയതിൽ മാപ്പ് പറഞ്ഞു എന്നൊക്കെ നമ്മൾ വായിച്ചിരുന്നു. അയാൾക്ക് തന്നെ തെറ്റുപറ്റി. അയാൾക്ക് തന്നെ 5-8 വിദേശ സംഘടനകള് മറ്റേ പണം കൊടുക്കുന്നുണ്ട്, ഫണ്ടിങ് ഉണ്ട്.
അപ്പൊ അത് തന്നെ ഒരു സംശയാസ്പദ സംഘടനയാണ്. അവരിടപെട്ടിട്ടാണോ രാഹുൽ ഗാന്ധി സ്വയം ഇടപെട്ടിട്ടാണോ ഇത് മ്യാൻമറിൽ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇതിൽ താല്പര്യമുണ്ട്. മ്യാൻമറിലൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് രാഹുൽ ഗാന്ധി അങ്ങനെ ആലോചിച്ചില്ല എന്നല്ലേ സിനിമ ചോദിച്ചു. ഇതൊരു സാങ്കേതിക വിദഗ്ധൻ പോയി ഇത് എവിടെയായിരിക്കും ഉണ്ടാക്കിയിരിക്കുക എന്ന് നോക്കുകയാണ്. ചിലപ്പോ BJP തന്നെ നിയോഗിച്ചതാകാം. അമിത് മാളവിയൊക്കെ ഇല്ലേ IT സെല്ല്, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ വിദഗ്ധൻ നോക്കുമ്പോൾ ഇത് കണ്ടുപിടിക്കുന്നു. മ്യാൻമർ സ്റ്റാൻഡേർഡ് ടൈമില് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഇന്ത്യയിൽ ഒരു ഫയൽ ഉണ്ടാക്കുമ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം IST 5:30 ഇന്ന് നമ്മുടെ ഫയലുകളിലും നമ്മൾ കാണാറുണ്ട്. ഇത് മ്യാൻമറിൽ ഉണ്ടാക്കിയത് കൊണ്ട് മ്യാൻമർ സ്റ്റാൻഡേർഡ് ടൈമിൽ കിടക്കുന്നു. അവിടെയാണ് പണി പാളിയത് അല്ലേ? അതാണ് പാളിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.